ഗുഡ് മോർണിംഗ് സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 55,94 എന്നുള്ള ലിക്വിഡിറ്റി ഏരിയ ഡൗൺ സൈഡ് ടാപ്പ് ചെയ്യുമ്പോൾ നമ്മൾ അപ്പ് സൈഡിലേക്കാണ് ട്രേഡ് നോക്കുക. അപ്പോൾ ഓൾറെഡി അവിടെ ടാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പ് സൈഡിലേക്കുള്ള ട്രേഡ് ഓപ്പർച്യൂണിറ്റി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പ് സൈഡ് ലിക്വിഡിറ്റി 55,443 അത് ടാപ്പ് ചെയ്യുമ്പോഴാണ് ഞാൻ താഴേക്ക് നോക്കുക. അതാണ് ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ്. നിഫ്റ്റി ആണെങ്കിലും ഇപ്പോൾ ലിക്വിഡിറ്റി ഏരിയ മാർക്ക് ചെയ്തതിൻ്റെ സെൻട്രലായിട്ടാണുള്ളത്. 23,345 ടാപ്പ് ചെയ്യുമ്പോൾ താഴേക്കും 24,197 ടാപ്പ് ചെയ്യുമ്പോൾ മുകളിലേക്കുമാണ് എൻ്റെ പ്ലാൻ. ഇപ്പോൾ രണ്ടിൻ്റെയും സെൻട്രലാണ് നിൽക്കുന്നത്. ഇപ്പം ഓപ്പർച്യൂണിറ്റി ഒന്നുമില്ല. ബാങ്കിൽ പറഞ്ഞ പോലെ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എൻട്രി ചാൻസ് വരുന്നുണ്ടോ എന്ന് നോക്കാം. സമയം 9:37 നമ്മൾ നേരത്തെ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി മാർക്ക് ചെയ്ത ഏരിയ കറക്റ്റ്ലി 55,94 കറക്റ്റ് മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ട് അപ്പ് സൈഡ് ലിക്വിഡിറ്റി വരെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എൻട്രി ഒന്നും തരാതെയാണ് പോയത്. സ്ട്രൈറ്റ് ആയിട്ട് മുകളിലേക്ക് പോയതുകൊണ്ട് നമുക്ക് എൻട്രി കിട്ടില്ല. അതുപോലെ നിഫ്റ്റിയിലാണെങ്കിലും എന്താ പറയുക, നിഫ്റ്റിയിലും ഒരു അപ്പ് സൈഡ് ലിക്വിഡിറ്റി ഇപ്പോൾ ടാപ്പ് ചെയ്തു. മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടും താഴേക്ക് വന്നതിന് ശേഷം ഒറ്റ ഭയങ്കര ഹ്യൂജ് ക്യാൻഡിലായിട്ടാണ് പോയത്. ഭയങ്കര ഇന്ന് മന്ത്ലി എക്സ്പയറി കൂടിയാണ്. എസ്പെഷ്യലി നല്ല വോളറ്റിലിറ്റി ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതുമല്ല, നമ്മൾ രാവിലത്തെ ഒറ്റ ട്രേഡിങ് സെഷൻ നോക്കുള്ളൂ. എന്താ പറയുക, 11 മണി ഒക്കെ അതിന് ശേഷം പിന്നെ ട്രേഡ് എടുക്കാനുള്ള പ്ലാൻ ഇല്ല. ഒറ്റ ട്രേഡ്. കാരണം എക്സ്പയറി ഡേയ്സിൽ നിങ്ങൾക്ക് അറിയാലോ, കുറേ എക്സ്പയറി ഡേയ്സിൽ ഇപ്പോൾ മാർക്കറ്റ് തീരെ മൊമെൻ്റ് ഇല്ലാതെ കാണുന്നുണ്ട്. അപ്പോൾ നല്ല ചാൻസ് ഫസ്റ്റത്തെ ഒരൊറ്റ ട്രേഡ് ഞാൻ ചെയ്യും, പിന്നീട് ട്രേഡ് ചെയ്യില്ല. കാരണം ഒരുപാട് എക്സ്പയറി ആയിട്ട് മാർക്കറ്റ് തീരെ മൊമെൻ്റ് ഇല്ല. അപ്പോൾ വെറുതെ നമ്മൾ ഇങ്ങനെ നിന്നിട്ട് പ്രീമിയം ഡീക്കെ വന്നിട്ട് തീരേണ്ട ആവശ്യമില്ലല്ലോ. നല്ല ചാൻസ് വരാണ്, നോക്കാം. ഓക്കെ, സമയം 9:39. നിഫ്റ്റിയിൽ നമുക്ക് എന്താണ് ഒരു ഡൗൺ സൈഡ് എൻട്രി ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ അപ്പ് സൈഡ് ഒരു ഇന്ന് ക്രിയേറ്റ് ചെയ്തൊരു ലിക്വിഡിറ്റി ഏരിയ മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു സിംഹൈ ഒക്കെ ടാപ്പ് ചെയ്തിട്ടുണ്ട് അവിടെ. അപ്പോൾ ഈ ഒരു ഏരിയയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു ഡൗൺ സൈഡ് ട്രേഡ് പ്ലാൻ ചെയ്യാം. 24,313 റേഞ്ചിലേക്ക് മാർക്കറ്റ് തിരിച്ചു വരികയാണെങ്കിൽ ഒരു പുട്ട് ഓപ്ഷൻ എടുക്കാം. ഇന്നത്തെ ഡേ ലോ വരെ നമുക്ക് ടാർഗറ്റ് വെയിറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു ഏരിയ വരെ നമുക്ക് ടാർഗറ്റിന് വെയിറ്റ് ചെയ്യാം. അതാണ് നിഫ്റ്റിയിലുള്ള പ്ലാന്. നിഫ്റ്റിയിൽ എൻട്രി വരട്ടെ. എൻട്രി വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, സമയം 9:52 ആയിട്ടുണ്ട്. നമ്മൾ എന്താ പറയുക, നിഫ്റ്റിയിൽ നേരത്തെ ട്രേഡ് നോക്കിയിരുന്നു, പക്ഷേ അത് എൻട്രി കിട്ടിയില്ല. എൻട്രീൻ്റെ അടുത്ത് വരെ വന്നിട്ട് ടാർഗറ്റിലേക്ക് പോയി. അതായത് ഡേലോ എടുത്ത് മാർക്കറ്റ് ഓൾറെഡി. അപ്പോൾ നമുക്ക് ഡേലോ നിഫ്റ്റിയിൽ എടുത്ത സ്ഥിതിക്ക് നിഫ്റ്റിയിൽ ആ എൻട്രി മിസ്സായി. അത്യാവശ്യം നല്ല പോയിന്റ് ഉണ്ടായിരുന്നു കേട്ടോ. ജസ്റ്റ് ടാർഗറ്റ് 1:5 ഒക്കെ ഈസിയായിട്ട് അടിച്ചിരുന്നു എൻട്രി കിട്ടിയിരുന്നു. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ ഓൾറെഡി ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ട് നമുക്ക് എൻട്രി തരാതെ മാർക്കറ്റ് മുകളിലേക്ക് പോയി. നമ്മൾ മാർക്ക് ചെയ്ത് 55-86 റേഞ്ച് ടാപ്പ് ചെയ്തിട്ട് മുകളിലേക്ക് സ്ട്രൈറ്റ് ആയിട്ട് പോയി എൻട്രി. ഇനിയിപ്പോൾ ബാങ്ക് നിഫ്റ്റി അപ്പ് സൈഡ് ലിക്വിഡിറ്റി 55,443 ടാപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഡൗൺ സൈഡ് ട്രേഡിന് നോക്കാം നമുക്ക്. ഞാൻ പറഞ്ഞ പോലെ രാവിലെ 10 മണിന് മുന്നേ എൻട്രി കിട്ടുമായിരിക്കും നന്നാവുക. കാരണം എൻട്രി ഏരിയയിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് എൻട്രി എടുക്കാം. ഒരു പുട്ട് ഓപ്ഷനാണ് ബൈ ചെയ്യുന്നത്. 55,300 പുട്ട് ഓപ്ഷനാണ് എടുക്കുന്നത്. വളരെ ചെറിയ പ്രീമിയം ഉള്ളൂ. മന്ത്ലി എക്സ്പയറി അറിയാലോ. നിഫ്റ്റിയും ബാങ്കിന് നിഫ്റ്റി ഒക്കെ മന്ത്ലി എക്സ്പയറി ആയതുകൊണ്ട് തന്നെ നമുക്ക് അധികം മാർക്കറ്റ് നമ്മൾ ട്രേഡ് എടുത്തതിന് ശേഷം അധികം മാർക്കറ്റ് മൂവ് ചെയ്തിട്ടില്ലെങ്കിലും ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്താലും നമുക്ക് ലോസ് വരും. അതാണ് ഞാൻ പറഞ്ഞത്. ഈ കുറച്ച് കാരണങ്ങളായിട്ട് എക്സ്പയറി ഡേയിൽ അങ്ങനത്തെ ഒരു മൂവ്മെൻറ്റ് പലപ്പോഴും കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് വലിയൊരു മൂവ്മെൻ്റ് ഇല്ലെങ്കിൽ പണി കിട്ടുകയും ചെയ്യും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട. അതുകൊണ്ടാണ് ഞാനിന്ന് ഒറ്റ ട്രേഡ് ചെയ്യുന്നുള്ളൂ എന്ന് പ്ലാൻ ചെയ്യാൻ കാരണം. രാവിലത്തെ ടൈമിൽ എൻട്രി കിട്ടാണ് എടുക്കുക, അല്ലെങ്കിൽ വേണ്ടാന്നുള്ളത് തന്നെയായിരുന്നു എൻ്റെ പ്ലാൻ. ഞാൻ കാരണം കുറേ വീക്കിൽ അങ്ങനെ കാണുന്നതുകൊണ്ടാട്ടോ. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ഇന്നിപ്പോൾ ഭയങ്കര ഹ്യൂജ് മൂവ്മെൻറ്റ് മാർക്കറ്റ് മൂവ് ചെയ്ത് ഞാൻ എന്നൊന്നും പറയണ്ട. നമ്മളൊരു എക്സ്പീരിയൻസിൻ്റെ കാര്യത്തിൽ പറഞ്ഞെന്നുള്ളൂ. പല സമയത്തും അങ്ങനെ സംഭവിക്കുന്നത് കൊണ്ടാണ്, പ്രോബബിലിറ്റി ആണുള്ളത് മൊത്തത്തിൽ. അല്ലാതെ ഒരു ഷുവറിറ്റി ഒരു കാര്യത്തിന് എനിക്കില്ല, ആർക്കുമില്ല, ഒന്നിനുമില്ല. ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം ഓർത്തത്. ഇപ്പോൾ ഈ മാസത്തെ അവസ്ഥ തന്നെ ഏപ്രിൽ ഇപ്പം ഓൾറെഡി നമ്മൾ 5% എബോവ് ലോസിലാണ്. 5% കുറച്ചുകൂടെ അധികം ലോസിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പലരും വിളിക്കുമ്പോൾ ഓവർ എക്സ്പെക്റ്റേഷനിൽ പലരും വിളിക്കുന്നതാണ്. അപ്പോൾ കുറേ സ്റ്റുഡൻസ് ഈ +2 കഴിഞ്ഞ് ഡിഗ്രിയൊക്കെ ജോയിൻ ചെയ്യുന്ന ആളുകളൊക്കെ വിളിച്ചിട്ട് ചോദിക്കുന്നതെന്ന് വെച്ചാൽ അവർ ചോദിക്കുന്നതെന്ന് വെച്ചാൽ ട്രേഡിങ് പഠിപ്പിച്ച് തന്നാൽ എനിക്ക് ഇത്ര പ്രോഫിറ്റ് എടുക്കാൻ പറ്റും, എനിക്ക് ഒരു സ്കില്ല് ഉണ്ടാക്കണം. സംഭവം നല്ലൊരു ഇതിൽ തന്നെ അവർ പലരും ചോദിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ റിയാലിറ്റി എന്ന് പറഞ്ഞ സംഭവം ഇതാണ്. ഇപ്പോൾ നമുക്ക് എല്ലാ മാസവും പ്രോഫിറ്റിനൊന്നും ഇതിന് പോസിബിൾ അല്ല. ഇപ്പോൾ ഈ മാസം ഇപ്പോൾ 5% ലോസാണ്. ഇപ്പോൾ ഇനി നമ്പർ ഓഫ് ട്രേഡ്സ് കുറച്ചും കൂടെ ഉണ്ട്. ഇനി എല്ലാ ദിവസങ്ങളിലും അധികം സെൽ തന്നെയാണെങ്കിൽ ചിലപ്പോൾ 10% റേഞ്ചിലൊക്കെ ക്യാപിറ്റലിന് നമുക്ക് ലോസ് വരാം. അപ്പോൾ ഈ തുടക്കത്തിൽ ഈ +2 ഇതൊക്കെ കഴിഞ്ഞ ആളുകൾ ചെറിയ പൈസ എവിടെയെങ്കിലുമൊക്കെ സംഘടിപ്പിച്ച് ട്രേഡ് ചെയ്യുമ്പോൾ ഫസ്റ്റത്തെ മാസങ്ങളിൽ സീരിയസ് ആയിട്ട് എങ്ങനെയാണ് ട്രേഡ് ചെയ്യുമ്പോൾ കുറച്ച് കാലങ്ങളിൽ 1-2 വർഷം നമുക്കൊരു മൈൻഡ് സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഡിസിപ്ലിനൊക്കെ ഉണ്ടാവാൻ കുറേ സമയം എടുക്കും. ആ സമയത്ത് ഹ്യൂജ് പൈസ പോവുകയും ചെയ്യും. ഞാൻ പറഞ്ഞത് ഈ ഒരു ഇപ്പോൾ ഈവൻ നമ്മുടെ ക്യാപിറ്റലിൻ്റെ 10% പോയാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടാവുന്ന ആളുകൾ, അല്ലെങ്കിൽ അങ്ങനത്തെ ആളുകളൊക്കെ ട്രേഡ് ചെയ്താൽ പിന്നെ ഇമോഷണലി ഭയങ്കര പ്രശ്നം വരും.
അപ്പോൾ ഇതിൽ നമുക്കൊരു മാസം വരുമാനം എന്നുള്ള സംഭവം ഞാൻ ട്രേഡിങ്ങിൽ എനിക്ക് അങ്ങനെ ഒരു ഷുവറിറ്റി മാർക്കറ്റിൽ ഇല്ല എന്നുള്ള സത്യം തന്നെയാണ്. ഒരു മാസമോ ഒരു ആഴ്ചയോ നമുക്കൊരു ഗ്യാരണ്ടി ഇല്ല. എല്ലാ മാസവും എല്ലാ ആഴ്ചയും അൺസർട്ടൈൻ ആണ്. നമ്മുടെ ഒരു സ്കില്ലുണ്ട്, ആ ഒരു സ്ട്രാറ്റജി ഉണ്ട്, പ്രീവിയസ്ലി വർക്ക് ചെയ്ത ഒരു സിസ്റ്റം നമ്മൾ ചെയ്ത് നോക്കുന്നു. വിത്ത് ഡിസിപ്ലിനോട് കൂടി ചെയ്യുമ്പോൾ കുറച്ചും കൂടി ബെറ്ററായിട്ട് റിസൾട്ട് കിട്ടും. ഈവൻ മന്ത്ലി അല്ലെങ്കിൽ 2-3 മാസമൊക്കെ നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇയർലി ഒക്കെ നോക്കുമ്പോൾ നമുക്ക് പ്രോഫിറ്റബിൾ ആവാൻ പറ്റണമെങ്കിൽ തന്നെ നല്ല ഡിസിപ്ലിൻ ട്രേഡിങ്ങിൽ വേണം എന്നുള്ളതാണ്. അപ്പം ആ ഒരു ഇതിലാരും ഇതായി വരരുത് എന്നുള്ളത് ഒരു കാര്യം കൊണ്ട് ഞാൻ എന്താ വെച്ചാൽ അങ്ങനത്തെ കുറേ എൻക്വയറീസും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് പറഞ്ഞെന്നുള്ളൂ. കാരണം അങ്ങനെ സംഭവം ഇല്ല ട്രേഡിങ്ങിൽ. പലരും പറയുന്നത് കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ 100% റിട്ടേൺ തരുന്ന അല്ലെങ്കിൽ അത്ര ഇത് പഠിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നും വേണ്ടെന്നൊക്കെ. അങ്ങനെയൊന്നും സാധനം മാർക്കറ്റിൽ എൻ്റെ മനസ്സിലാക്കലിൻ്റെ പ്രശ്നമാണോ അറിയില്ല, എനിക്ക് മനസ്സിലായിട്ടില്ല അങ്ങനെ സാധനം. അപ്പം എപ്പോഴും ചാൻസസ് ഓഫ് ലോസസിന് നല്ല ചാൻസ് ഉണ്ടാവും. അതിപ്പോൾ അത് നമുക്ക് ബാക്കപ്പ് വേണം. ഒരു 10% ക്യാപിറ്റൽ പോലെ 20% പോയി കഴിഞ്ഞാലും കണ്ടിന്യൂസ് ചിലപ്പോൾ 5 SL 10 SL ഒക്കെ മാർക്കറ്റ് വരാം. അപ്പോൾ നമുക്ക് ഇമോഷണലി ഡെസ്പ് ആവാതെ ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ നിൽക്കാനുള്ളൊരു സ്കില്ലൊക്കെ വേണം എന്നുള്ളതാണ് ട്രേഡിങ്ങിൽ. ഓക്കെ, നമ്മൾ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര വോളട്ടൈൽ മാർക്കറ്റ് ആയിരിക്കുന്നു. ഒന്ന് പ്രീമിയം കുറവുണ്ട്. നമ്മൾ എൻട്രി എടുത്തതിന് ശേഷം മാർക്കറ്റ് ഒരുപാട് മുകളിലേക്ക് പോയി. നമ്മൾ SL ഒക്കെ അടിക്കേണ്ട സമയത്തും SL അടിച്ചിട്ടില്ല, കാരണം പ്രീമിയം ചെറുതായതുകൊണ്ടായിരിക്കാം. ഇത് താഴേക്ക് വരും തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഇന്നത്തെ ഡേലോ വരെയൊക്കെ നമുക്ക് ടാർജറ്റ് വെക്കാം. അത്യാവശ്യം 1:5 റേഞ്ചിലൊക്കെ ഉണ്ട് ടാർജറ്റ്. അടിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഇത്രയും ലോസ് ഈ മാസം ഇപ്പോൾ 5% ലോസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്. പക്ഷേ നമുക്ക് പറയുമ്പോൾ 2 ടാർജറ്റ് അടിച്ചാലും അത് കവർ ചെയ്യാവുന്നുള്ളൂ. പക്ഷേ അതും ഒരു ഗ്യാരണ്ടി ഇല്ല. ഇപ്പോൾ നാളെ മറ്റന്നാൾ ടാർജറ്റ് ആണോ, നാളെ മറ്റന്നാൾ SL ആണോ എന്നും അറിയില്ല. ഇന്ന് ടാർജറ്റ് ആണോ, ഇന്ന് SL ആണോ എന്ന് അറിയില്ല. ചിലപ്പോൾ ഇന്ന് ടാർജറ്റ് അടിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ പകുതിയെങ്കിലും കവർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഒക്കെ ഉണ്ട് ട്രേഡിങ്ങിൽ. പക്ഷേ ഒന്നും പറയാൻ പറ്റാത്ത ഒരു സാധനമാണ് ട്രേഡിങ്. ആ കാര്യം തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാവുക. ഓക്കെ, ഏതായാലും നമുക്കൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് നോക്കാം. ഓക്കെ, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. നമ്മൾ SL ഹിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് 3000 ലോസാണ് ഇന്നത്തെ ദിവസം. കുഴപ്പമില്ല, നമുക്ക് ലോസിൻ്റെ എണ്ണവും കൂടിയെന്നുള്ളൂ. കണ്ടിന്യൂസ് അല്ല, ഇന്നലെ പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഓവറോൾ ഈ മാസം ഇപ്പോൾ ലോസിൽ തന്നെയാണ്. 5% അല്ല 6% ആയി. 6% എബോക്ക് വന്നു. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ഓർഡേഴ്സൊക്കെ കാണാം. 79 എൻട്രി, 559 റേഞ്ചിൽ എക്സിറ്റ്, ഓൾമോസ്റ്റ് 20 പോയിൻറ്റ്സ് ബാങ്ക് നിഫ്റ്റിയിൽ. അപ്പോൾ ഇനി ജസ്റ്റ് വാച്ച് ചെയ്യാം നമുക്ക് മാർക്കറ്റ്. ഞാൻ പറഞ്ഞില്ലേ എക്സ്പയറി ഡേയിൽ മാക്സിമം ഒന്ന് മാറിക്കാറില്ല. നമുക്ക് ഗോൾഡിലൊക്കെ വല്ല ചാൻസ് ഉണ്ടെങ്കിൽ നോക്കാം. ഗോൾഡിൽ 5 മിനിറ്റ്സും 50 മിനിറ്റ്സിൻ്റെ ഒക്കെ ലിക്വിഡിറ്റി ഞാൻ നോക്കി വരുന്നുള്ളൂ. സ്ട്രാറ്റജി ഒന്നും ഇല്ല. പക്ഷേ ഇപ്പോൾ നിഫ്റ്റിയിലും ബാങ്കിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഒരു രീതിയിലാണ് ചെയ്യാറുള്ളത്. പക്ഷേ അതിൻ്റെയൊക്കെ ഒരു ചാർട്ടിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പലപ്പോഴും കാണാം. നമുക്ക് തീറ്റ ഡീക്കേൻ്റെ പ്രശ്നങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അതിൻ്റെ ഫ്യൂച്ചറിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല ചാൻസ് വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. നിഫ്റ്റിയും ബാങ്കും ഏതായാലും ഇനി ട്രേഡ് ചെയ്യുന്നില്ല. ഇതിൽ ചാൻസ് വരികയാണെങ്കിൽ നോക്കാം നമുക്ക്. സമയം 11:54 നമുക്ക് ഒരു അപ്സൈഡ് ട്രേഡിന് നോക്കാം. ബാങ്കിന് എന്താ പറയുക ഗോൾഡിൽ. അതെന്താ വെച്ചാൽ നമുക്ക് ഇതിനിടയിൽ മാർക്കറ്റ് ഇപ്പോഴാണ് ഞാൻ മാർക്കറ്റ് വാച്ച് ചെയ്തത്. അതായത് 33 ആ ഒരു ഡൗൺ സൈഡിൽ 50 മിനിറ്റ്സ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തതിനു ശേഷം ഒരു അഗ്രസീവ് എൻട്രി റേഞ്ചിലൊക്കെ വരാനുണ്ട്. ഒരു ചാർട്ട് ആ ഒരു ഏരിയയിൽ എത്തുകയാണെങ്കിൽ നമുക്ക് ട്രേഡ് ചെയ്യാം. അതിൻ്റെ ഇടയിൽ മാർക്കറ്റിൽ ഡൗൺ സൈഡിലേക്കും ഇതുപോലെ അപ്പ് സൈഡ് ലിക്വിഡിറ്റി 50 മിനിറ്റ്സ് എടുത്തിട്ട് താഴേക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആ ട്രേഡ് എടുത്തിട്ടില്ല. ഞാനൊരു ബുള്ളിഷ് ട്രേഡിനാണ് ഇപ്പം നോക്കുന്നത്. കാരണം ഒരു 5 മിനിറ്റ്സിലൊക്കെ ഒരു അപ്സൈഡ് പോലെ എനിക്ക് തോന്നിയതുകൊണ്ട് ഗോൾഡിൽ അപ്സൈഡ് ട്രേഡിനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഡൗൺ സൈഡിൽ ഒരു അപ്സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻട്രി തന്നിട്ടില്ല. നമ്മുടെ എൻട്രി ഏരിയ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി താഴെ വരുന്ന സമയത്താണ് നമ്മൾ എൻട്രി എടുക്കുക. നമുക്ക് അത്യാവശ്യം നല്ല 1:8, 9 ഒക്കെ റേഞ്ചിൽ റിസ്ക് റിവാർഡ് 1:10 റേഞ്ചിൽ തന്നെ ഉണ്ട് റിസ്ക് റിവാർഡ്. നോക്കാം, നമുക്ക് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ചാൻസ് വരികയാണെങ്കിൽ പറയണ്ട്. നമുക്ക് ഏകദേശം എൻട്രി എടുക്കാനുള്ള ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട് മാർക്കറ്റ്. ഗോൾഡിൽ ട്രേഡ് പ്ലാൻ ചെയ്യാം. മാർക്കറ്റ് ഒന്നുകൂടെ താഴേക്ക് ജസ്റ്റ് വരികയാണെങ്കിൽ ഓക്കെ നമുക്ക് എൻട്രി എടുക്കാം, ബൈ ചെയ്യാം. നമുക്ക് എന്താ പറയുക 4.4 ലോട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം ക്യാപിറ്റലോടെ മുകളിൽ കാണാം 68,000 സംതിങ് 69,000 റേഞ്ചിലുണ്ട് അല്ലേ. ഇതിൽ നമുക്ക് പെട്ടെന്ന് സ്റ്റോപ്പ് ലോസും ടാർജറ്റും സെറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ SL 33.14 കൊടുക്കാം. അതുപോലെ ടാർജറ്റ് നമുക്ക് 33.68 കൊടുക്കാം. 67 സംതിങ് 33.68 കൊടുക്കാം. അതായത് ഓൾമോസ്റ്റ് 17,000 പ്രോഫിറ്റും 2,000 ലോസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, 1:10 ഇല്ല അതിൻ്റെ അടുത്തുള്ളൂ. ഇൻ കേസ് SL അടിക്കുകയാണെങ്കിൽ നമുക്ക് 2,000 ലോസ് വരുന്നുണ്ട് കേട്ടോ. അതിന് മുമ്പൊക്കെ ചെയ്ത ട്രേഡ്സൊക്കെ 1,700 ആയിരുന്നു ലോസ്.
ഞാൻ പറഞ്ഞ പോലെ ഈ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തതിനു ശേഷം ഒരു എൻട്രി 2-3 പ്രാവശ്യം മാർക്കറ്റ് ആ ഒരു ഏരിയയിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്ത് കുറച്ച് താഴെ വന്നതിന് ശേഷമുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഈ ഒരു ഏരിയയിൽ നിന്നാണ്. അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്ന ഇവിടുന്ന് മുകളിലേക്ക് പോകുന്നത് തന്നെയാണ്. ഇനി അഥവാ അതിൽ SL അടിക്കുകയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ മൊത്തം പരിപാടി നിർത്തേണ്ടി വരും. അന്ന് ഗോൾഡിലും മാക്സിമം 2 ട്രേഡ് അവർ ചെയ്യുള്ളൂ. മാക്സിമം മോർണിംഗ് ടൈമിൽ നോക്കും, ഈവനിങ് ടൈമിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഏതെങ്കിലും 2 ട്രേഡ്. ഞാൻ എല്ലാ മാർക്കറ്റിലും നമ്മൾ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യണം, ഞാൻ എപ്പോഴും പറയുന്നത് അതുകൊണ്ടാണ്. നമുക്ക് നമ്പർ ഓഫ് ട്രേഡ്സ് ഒരുപാട് എണ്ണമാകുമ്പോൾ നമുക്ക് പിന്നെ എൻട്രി എടുക്കുന്നതിലും ഏത് ഏരിയയിലാണ് നമ്മുടെ എപ്പോഴും മൈൻഡ് ലോസ് റിക്കവർ ചെയ്യാന്നുള്ള മൈൻഡ് സെറ്റാണ് ഉണ്ടാവുക. അത് നമ്മുടെ വലിയ നാശത്തിലേക്ക് നയിക്കുന്നുള്ള സംഭവം തന്നെ ട്രേഡിങ്ങിൽ. ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം, എന്തായി നോക്കാം. നമുക്ക് SL ആണോ ടാർഗറ്റ് ആണോ നോക്കാം. സമയം 12:32 നമ്മൾ ഇപ്പോൾ ഓൾമോസ്റ്റ് 3000 റേഞ്ചിലൊക്കെ പ്രോഫിറ്റിലാണ് ഈ ട്രേഡിൽ അല്ലേ. അപ്പോൾ ഒരു സ്വിങ് ഹൈ ഒക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ വെയിറ്റ് ചെയ്യാണ്. കുറച്ച് വലിയ ടാർഗറ്റും വലിയ SL കുറച്ച് SLൻ്റെ അടുത്തുവരെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു എൻട്രി എടുത്തതിന് ശേഷം പക്ഷേ എക്സാക്ട്ലി അവിടെ നിന്ന് റിവേഴ്സ് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ അപ്സൈഡ് ലിക്വിഡിറ്റിയാണ് 33-35. ഈ ഒരു ഏരിയ എത്തുകയാണെങ്കിൽ 2 ഓപ്ഷനിൽ ചെയ്യാം, ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടത്തിന് ചെയ്യാം. ഒന്നുകിൽ ഇവിടെ എത്തുമ്പോൾ അതൊരു അപ്സൈഡ് ലിക്വിഡിറ്റിയാണ്, അവിടുന്ന് താഴേക്ക് വരാനും ഈക്വലി ചാൻസ് തന്നെയാണ് സത്യം പറഞ്ഞാൽ. അവിടുന്ന് എത്തുകയാണെങ്കിൽ ഇപ്പോൾ 3700 അവിടെ എത്തുകയാണെങ്കിൽ 5000 ഒക്കെ റേഞ്ചിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം അവിടെ എത്തുകയാണെങ്കിൽ നമുക്ക് ഹാഫ് ക്വാണ്ടിറ്റി ബുക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി അതല്ല ഫുൾ ചെയ്യണം. പക്ഷെ ഞാൻ കുറച്ച് വലിയ ടാർഗറ്റാണ് വെക്കുന്നത്. ഇനി എനിക്ക് തോന്നുന്നു ഈ ഒരു ട്രേഡിൽ ടാർഗറ്റ് അടിക്കുകയാണെങ്കിൽ തന്നെ ഇന്ന് അടിക്കാൻ ചാൻസ് ഉണ്ടാവില്ല. മാർക്കറ്റ് ചിലപ്പോൾ കുറച്ച് ടൈമൊക്കെ എടുത്തിട്ടായിരിക്കും പോവുക. SL അടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ തന്നെ അടിക്കും. ടാർഗറ്റ് അടിക്കുകയാണെങ്കിൽ കുറച്ച് സമയം എടുത്തിട്ടൊക്കെ ആയിരിക്കും അടിക്കാം. അഥവാ 33-35 എത്തുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ സ്കാൽപ്പിംഗ് ഒക്കെ ചെയ്യാൻ ഒരുപാട് ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാകും ഗോൾഡിൽ, അപ് സൈഡും ഡൗൺ സൈഡും. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ട്രേഡ്സിനും നന്നായി. ഇതിൻ്റെ പിന്നെ ഞാൻ പറഞ്ഞ പോലെ തീറ്റ അടിക്കുകയൊന്നുമില്ലല്ലോ. നമുക്കൊരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൽ ടോപ്പ് ലോസും ടാർഗറ്റും അങ്ങോട്ട് സെറ്റ് ചെയ്ത് കൊടുത്താൽ പിന്നെ നമുക്ക് വീട്ടിൽ പോവാം. പിന്നെ നമുക്ക് വേറെ എന്താ വീഡിയോ കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ 4500 റേഞ്ചിലൊക്കെ ആയിട്ടുണ്ട്, നമുക്ക് പ്രോഫിറ്റ് ആയിട്ടുണ്ട്. നമ്മളെ ഏരിയയിലേക്ക് വരുന്നുണ്ട് അല്ലേ. ഏതായാലും നോക്കാം, അപ്ഡേറ്റ് ചെയ്യാം. നമുക്ക് 6000 റേഞ്ചിൽ പ്രോഫിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതിൽ 7000 റേഞ്ചിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ എക്സിറ്റ് ചെയ്തില്ല. നമുക്ക് 2 പ്രാവശ്യമായി ഇപ്പോൾ റേഞ്ചിൽ വരുന്ന മാർക്കറ്റ് 7000 വന്ന് നേരത്തെ റിവേഴ്സ് ചെയ്ത് വീണ്ടും 7000ലേക്കായി. സമയം 2:30 നമുക്ക് പിന്നെ അതിൽ ഏതായാലും ടാർഗറ്റ് SL അടിച്ചിട്ട് വെയിറ്റ് ചെയ്യാം. നമ്മൾ രാവിലെ ആ ഒരു ട്രേഡ് ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ നിഫ്റ്റി ബാങ്കിൽ ഇനി ട്രേഡ് ചെയ്യാനുള്ള മാർക്കറ്റ് എക്സ്പയറി ഡേയിൽ സെയിം സാധനമുണ്ട്. ഒച്ചിനെ ബ്രേക്ക് ഡാൻസ് കളിച്ച് പോണതാണ് നിഫ്റ്റി. വാവ്, ഹെവി തന്നെ. അതായത് പ്രൈസ് ആക്ഷൻ്റെ മാറ്റമുണ്ടോ ഇതിലുള്ളൊരു പ്രൈസ് മൂവ്മെൻറ്റ്സും ചാർട്ടും കണ്ടില്ലേ. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞത് എപ്പോഴും നിഫ്റ്റി ഇങ്ങനെ ആവണമെന്നോ അല്ലെങ്കിൽ നിഫ്റ്റിനെ കുറ്റം പറയുന്ന രീതിയിലല്ല. ആരൊക്കെ ഒന്ന് ചൂടാവുണ്ട് കമൻറ്റിൽ നിഫ്റ്റിനെ ഇതാണ്. അതായത് നമ്മുടെ എക്സ്പയറി പ്രൈസിൻ്റെ മൂവ്മെൻറ്റ്സ് ഓപ്ഷൻസിൽ ഇങ്ങനെ മാർക്കറ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ പ്രീമിയം ഡി കെ അടിച്ചിട്ട് ഈ എക്സ്പയറി ഡേയിൽ ആരുണ്ടാവുന്നല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുതിയ ആളുകൾ എപ്പോഴും മാർക്കറ്റിൽ വരുന്ന സമയത്ത് എല്ലാവരും ജാക്ക് ബോട്ട് കോൾസ് ഉണ്ടാവുമല്ലോ ഈ എക്സ്പയറി ഡേയിൽ. അതിനെന്ത് ഇതുണ്ടല്ലോ, ഇതിനെ പറയാം ആ സംഭവം സീറോ ഹീറോ, ആ സാധനമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് ഓടേണ്ടി വരും. അതാണ് മാർക്കറ്റിൻ്റെ ഒരു കണ്ടീഷൻ കണ്ടിട്ട്. അതാ ഞാൻ പറഞ്ഞത്, എപ്പോഴും നമ്മൾ മാർക്കറ്റ് അനലൈസ് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു പ്രോബബിലിറ്റി മാർക്കറ്റിൻ്റെ ഒരു റിയാക്ഷൻ അനുസരിച്ചിട്ട് അതിനനുസരിച്ച് റിയാക്ട് ചെയ്യുക. അതുകൊണ്ടാണ് ട്രേഡ് ചെയ്യാതിരുന്നത്. കാരണം എക്സ്പയറി ഡേയിൽ പൊതുവേ ഇങ്ങനെ ആയതുകൊണ്ടാണ്. എപ്പോഴും ഇങ്ങനെ ആവണമെന്നില്ല കേട്ടോ. ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ചില എക്സ്പയറി ഡേയിലും അങ്ങനെ ചെയ്യാൻ നിൽക്കണ്ട. ചില എക്സ്പയറി ഡേയിൽ ഉണ്ടാവും. അപ്പോൾ നമ്മൾ മാറി നിൽക്കേണ്ട ഒരു ട്രേഡ് ഇന്ന് ചെയ്യുന്നുള്ളൂ. കാരണം ഈ മന്ത്ലി എക്സ്പയറി കൂടി ആയതുകൊണ്ടാണ്. ചെയ്യാതെ വളരെ നന്നായി. മാർക്കറ്റ് ഉണ്ടാവും തീരെ അനക്കല്ലാത്ത രീതിയിലുള്ള. അപ്പം ഈവൻ ഗോൾഡിൽ ഇനി നമുക്ക് നമ്മുടെ പ്രൈസ് കോസ്റ്റ് പ്രൈസിലേക്ക് വെച്ച് കൊടുക്കുക. കാരണം അത്യാവശ്യം മൂവ് ചെയ്തിട്ടുണ്ട്. ഒരു 50 മിനിറ്റ്സ് ലിക്വിഡിറ്റി ഒക്കെ ക്രിയേറ്റ് ആയി ഉണ്ട്. ഇനിയിപ്പോൾ അത് എടുക്കാൻ വരുമ്പോൾ ചിലപ്പോൾ നമ്മളെ കോസ്റ്റ് പ്രൈസ് അടിക്കുകയും ചെയ്യും. ചിലപ്പോൾ പറയാൻ പറ്റില്ല. എന്നാലും കുഴപ്പമില്ല, SL ഒക്കെ സെറ്റാണ്. ഇനിയിപ്പോൾ മാക്സിമം ഈ ട്രേഡിൽ മാക്സിമം വന്നാലും ലോസ് വരില്ല. നമുക്ക് ചെറിയൊരു പ്രോഫിറ്റിലാണ്, വളരെ ചെറുതന്നെ കോസ്റ്റ് പ്രൈസ് തന്നെ വെക്കാം. ഇൻ കേസ് ടാർഗറ്റിലേക്ക് പോകണമെങ്കിൽ നമുക്ക് നല്ല ടാർഗറ്റും വരും വരാണെങ്കിൽ. അത്രേ ഉള്ളൂ. ഏതായാലും താങ്ക് യു. ഇന്ന് എന്താ പറയുക, വീഡിയോ ഒക്കെ കണ്ട് ഇരിക്കുകയായിരുന്നു കുറേ സമയമായിട്ട്. നമ്മുടെ ഗൗതം വാസുദേവ് മേനോൻ്റെ പടം ഉണ്ടായിരുന്നു. സോറി, പടമല്ല, പുള്ളിയുടെ ഇൻ്റർവ്യൂ പേളി മണിയിട്ടില്ല. വെറുതെ ടൈം പോകണ്ടേ, മണിക്കൂറുകൾ അങ്ങനെ കണ്ട് തീർത്തു. എൻ്റെ ഫേവറേറ്റ് മൂവി വാരണമായിരൊക്കെ ഡയറക്റ്റ് ചെയ്ത ആളല്ലേ. അപ്പോൾ പുള്ളിയുടെ സംസാരം കേട്ട് രസമാണല്ലോ ഇൻ്റർവ്യൂ കണ്ടിരുന്നു. ടൈം 1 മണിക്കൂർ കണ്ടില്ലേ, 1 മണിക്കൂർ കഴിഞ്ഞു. അതേ പറഞ്ഞേ, ഇന്ന് മാർക്കറ്റ് പ്രത്യേകിച്ച് ചെയ്യാനില്ലാത്തതുകൊണ്ട് പിന്നെ വെറുതെ ടൈം സ്പെൻഡ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചത്. അതാണ്. നാളെ നോക്കാം, നാളെ നല്ല അവസരങ്ങളുണ്ടാകും, നല്ല ഡേ വരും. അപ്പോൾ നാളത്തെ ദിവസങ്ങളിൽ നമുക്ക് ട്രേഡ് ചെയ്യാം. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.